അസ്സലാമു അലൈക്കും. ജുമാ നിസ്കാരം, അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ. ഓരോ മഹല്ലിലെയും മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഒത്തുകൂടി ലുഹർ നിസ്കാരത്തിന് പകരം ജുമാ നിസ്കാരം നിർവഹിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. മുസ്ലിങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പള്ളിയിൽ ഒത്തുകൂടണമെന്ന ഉദ്ദേശമാണ് ജുമാ നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യം. ഇനി ജുമാ നിസ്കാരത്തിന് ഇസ്ലാം അതിയായ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നൊരു കാര്യം കൂടിയാണ്. ഇതിനെപ്പറ്റി എല്ലാ ഹദീസുകളിലും വ്യക്തമാക്കുന്നുണ്ട്. ഇനി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രനായ ഓരോ മുസ്ലിമും ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്തേ പറ്റൂ. അശ്രദ്ധ മൂലം 3 ജുമാ തുടർച്ചയായി ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ദുഷ്ടൻ എന്ന മുദ്ര അടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു ഹദീസിൽ. ഇനി പോകുന്ന വഴിയിൽ ജുമാ നിസ്കാരിക്കാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായി യാത്ര ചെയ്യാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 4 റക്അത്തുള്ള ളുഹർ നിസ്കാരമാണ് വെള്ളിയാഴ്ച ജുമാ ആയി നാം നിർവഹിക്കുന്നത്. ജുമാ നിസ്കാരം 2 റക്അത്തുകളേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് 2 റക്അത്ത് ഖുതുബ നിർവഹിക്കണമെന്ന് മാത്രം. 2 റക്അത്തുകൾക്ക് പകരം 2 ഖുതുബ നിർവഹിക്കുന്നു എന്നാണ് അർത്ഥം. എന്തെങ്കിലും കാരണത്താൽ ജുമാ നിസ്കരിക്കാൻ കഴിയാത്തവർ പകരം ളുഹർ 4 റക്അത്ത് തന്നെ നിർവഹിക്കണം. ഇനി ജുമയുടെ ഷർത്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ സ്ഥലത്തും മുസ്ലിങ്ങൾക്ക് ഒത്തുകൂടാൻ പറ്റിയ സ്ഥലമായിരിക്കണം ജുമാ നിർവഹിക്കേണ്ടത്. മതിയായ കാരണങ്ങളില്ലാതെ ഒരു മഹലിൽ മറ്റൊരു ജുമാ നടത്താതിരിക്കുക. പിന്നെ ജുമാ നിർവഹിക്കുന്നത് ളുഹർ നിസ്കാരത്തിൻ്റെ സമയത്തായിരിക്കുക. ജുമാ നിർവഹിക്കുന്ന മഹലിൻ്റെ പരിധിയിൽപ്പെട്ടവരും ജുമാ നിർബന്ധമുള്ളവരുമായ 40 പേരെങ്കിലും ജുമായിൽ പങ്കെടുത്തിരിക്കണം. ഇനിയോ ജുമാ നിസ്കാരത്തിന് മുമ്പ് 2 ഖുതുബ നിർവഹിക്കുക. ഇതൊക്കെയാണ് ജുമയുടെ ഷർത്തുകളിൽ പെടുന്നത്. ഇനി ജുമയുടെ സുന്നത്തുകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. സാധാരണ നിസ്കാരങ്ങൾക്കുള്ള എല്ലാ സുന്നത്തുകളും ജുമാ നിസ്കാരത്തിൻ്റെയും സുന്നത്തുകളാണ്. ഈ സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ നാം പരമാവധി ശ്രമിക്കണം. കാരണം എന്താ, നമ്മളെ ജുമാ നിസ്കാരം എന്ന് പറഞ്ഞത് പൂർണ്ണമാക്കപ്പെടുന്നത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന പല വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഈ ജുമാ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മങ്ങൾ, അതായത് അതിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ജുമാക്ക് വേണ്ടി കുളിക്കണം, നഖം മുറിക്കുകയും ക്ഷൗരം ചെയ്യുകയും ചെയ്യുക. അതായത് വെള്ളിയാഴ്ചൻ്റെ അന്ന് നമ്മൾ ജുമാക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ ചെയ്യണം. ജുമാക്ക് പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണം, കഴിയുന്നത്ര നേരത്തെ പള്ളിയിൽ എത്തിച്ചേരണം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സ്വലാത്തും ദിക്റുകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കണം. പിന്നെ കുത്തുബകൾ നമ്മൾ നല്ലോണം ആ കുത്തുബയിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ അത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സുന്നത്ത് കാര്യങ്ങൾ. ഇനി കുത്തുബയുടെ ഫർളുകളിലാണെങ്കിലോ ജുമാ നിസ്കാരത്തിന് മുമ്പ് 2 കുത്തുബകൾ നിർവഹിക്കുന്ന ജുമാ ശരിയാകുന്നതിനുള്ള ഒരു ഷർത്തുകളിൽ ഒന്നാണ് പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത് കുത്തുബയിൽ അള്ളാഹുവിനെ മാത്രം സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക, 2 കുത്തുബകളിൽ നിന്ന് ഒന്നിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതുക, 2ാം കുത്തുബയിൽ സത്യവിശ്വാസികൾക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവയാണ് കുത്തുബയുടെ ഫർളുകൾ എന്ന് പറയുന്നത്. ഇനി കുത്തുബയുടെ ഷർത്തുകളുണ്ട്. കുത്തുബ നിർവഹിക്കുന്നതിന് ളുഹർ നിസ്കാരത്തിന് സമയത്താവണം, കുത്തുബ നിർവഹിക്കുമ്പോൾ ഔറത്ത് മറക്കണം, കുത്തുബ നിർവഹിക്കുന്നത് ശുദ്ധിയോടായിരിക്കണം, കുത്തുബ നിർവഹിക്കുമ്പോൾ നിൽക്കണം, കുത്തുബ അറബി ഭാഷയിലായിരിക്കണം, ജുമാ നിർബന്ധമുള്ള 40 പേരെങ്കിലും കുത്തുബ ശ്രവിക്കേണ്ടതാണ്. കുത്തുബയുടെ വാചകങ്ങൾ തുടർച്ചയായി ഉച്ചരിക്കുക, 2 കുത്തുബകൾക്കിടയിൽ ഇരിക്കുകയും വേണം. ഇനി കുത്തുബയുടെ സുന്നത്തുകൾ. കുത്തുബ വേറെ ഒരു പ്രസംഗമാണെന്ന് ആരും ധരിക്കേണ്ട. അത് ആരാധന കർമ്മമാണ്. 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനമാണ് അതിനുള്ളത്. എന്നാൽ കുത്തുബയുടെ സുന്നത്തുകൾ, കുത്തുബ നിർവഹിക്കുന്നത് മിമ്പറിലോ അതുപോലെ പൊക്കമുള്ള ഏതെങ്കിലും സ്ഥലത്തോ വെച്ചായിരിക്കുക. കുത്തുബ നിർവഹിക്കാൻ വരുമ്പോൾ മിമ്പറിൽ കയറിയതിന് ശേഷം സലാം പറയുക. വാങ്ക് വിളിച്ച് തീരുന്നതിന് ഖത്തീബ് മിമ്പറിൽ ഇരിക്കുക. കുത്തുബ നിർവഹിക്കുന്നതിന് ജനങ്ങളെ അഭിമുഖീകരിച്ച് കൊണ്ടായിരിക്കുക. കുത്തുബ നിർവഹിക്കുമ്പോൾ വാൾ, വടി തുടങ്ങിയവ ഏതെങ്കിലും ഒന്നിന്മേൽ ചാരി നിൽക്കുക. ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിച്ച് തരാൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.